അപ്പം നമ്മുടെ മുട്ടത്തോട് കൊണ്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വൈപ്പ് ചെയ്ത് എടുക്കാൻ പോവേണ്ട. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടാണ് ഇരിക്കണേ. നല്ല അത്രയധികം റിസൾട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് വൈപ്പ് ചെയ്ത് നിങ്ങളെ കാണിക്കാം. കണ്ട നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണത്. വീഡിയോ കൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? നല്ല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതിന് മുട്ടത്തോടാണ് കേട്ടോ. അത് നല്ല രീതിയിൽ കഴുകിയ മുട്ടത്തോടായിരിക്കണം കേട്ടോ. ഈ മുട്ടയിൽ ഒരുപാട് ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയ മുട്ടത്തോടായിരിക്കണം. പിന്നെ മുട്ട നമ്മൾ പൊട്ടിച്ചൊഴിക്കുന്നതിന് മുമ്പ് തന്നെ നല്ല രീതിയിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. ഈ മുട്ടത്തോട് കഴുകിയെടുക്കൽ ഇത്തിരി പണിയായിരിക്കും. അപ്പോൾ ഇത് ഡോക്ടർ ലിസി കെ വൈദ്യൻ എന്ന ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, എല്ലാവർക്കും സുപരിചിതയായ ഒരു ഡോക്ടറാണല്ലേ. ഞാൻ ആ ഡോക്ടറിൻ്റെ മിക്ക വീഡിയോസും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഒരുപാട് വീഡിയോസ് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഡോക്ടറിൻ്റെ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു മുട്ടത്തോട് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്ക് കാണാനിടയായത്. അപ്പോൾ എനിക്ക് അതിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത്. പക്ഷേ ആ ഡോക്ടർ പറയണ രീതിയിൽ ഇന്ന് എനിക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ പറയണ രീതിയിൽ നിന്നല്ല, ഞാൻ ആദ്യത്തെ വട്ടം ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞതായ ഇൻഗ്രീഡിയൻസ് എല്ലാം എൻ്റെ കയ്യിലുണ്ടായി. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിൽ ചെറുനാരങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ വേറൊരു രീതിയിലും കൂടി ഒന്ന് ചെയ്ത് നോക്കണതാണ് കേട്ടോ. ഡോക്ടർ അതിൽ പറയണത് മുട്ടത്തോട് പൊടിച്ചതും എഗ് വൈറ്റ്, അതുപോലെ ഒരു 4 തുള്ളി ചെറുനാരങ്ങ നീര്, അല്പം പാല്, ഇത്രയാണ് ഡോക്ടർ പറയണത്. അത് ഞാൻ ആദ്യത്തെ വട്ടം ഞാൻ അതുപോലെ തന്നെയാണ് ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇനി ഞാൻ അന്ന് മുതൽ ഞാൻ വിചാരിക്കുന്നതാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും കൂടിയും ഇത് അറിയിക്കണമെന്ന്. അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ കണ്ടതായിരിക്കും ഡോക്ടറിൻ്റെ. അതിൽ ഡോക്ടർ കൂടുതൽ കാര്യങ്ങൾ പറയണുണ്ട് കേട്ടോ. ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഒത്തിരി കാര്യങ്ങൾ ഒരു വീഡിയോ മുഴുവനായിട്ട് ആ ഡോക്ടർ അതാണ് പറയണത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള അറിവ് എനിക്കില്ല. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്നുകൂടി പോയി കണ്ടു നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇപ്പം തന്നെ എനിക്ക് ലൈക്കൊക്കെ ഒരുപാട് കുറവാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസ് എല്ലാം എന്നെ അറിയിക്കണം. അതല്ലാതെ പിന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഈ മുട്ടത്തോട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം മുട്ട പൊട്ടിച്ചിട്ടുള്ളെങ്കിൽ അതങ്ങനെ പൗഡറായി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ഇതിപ്പോൾ ഇന്നലെ ഞാൻ എടുത്ത മുട്ടത്തോട് ഞാൻ എടുത്ത് വെച്ചതാണ്. അതുകൊണ്ട് ഇതൊന്ന് ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടിയിട്ടത്. ഈ മുട്ടത്തോട് കാൽസ്യം റിച്ച് ആണെന്നാണ് ഡോക്ടർ പറയണത്. അത് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് ഫേസിന് മാത്രമല്ല ഹെയറിനും ഒത്തിരി ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർ പറയണത് കേട്ടോ. എനിക്കിത് ഒരു വട്ടം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് പിന്നെ ആഴ്ചയിൽ 2 വട്ടം ഇട്ടാൽ മതി കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു പാക്ക് ഇടണ്ട. നമ്മൾ എപ്പോഴും ഒരേ പാക്ക് തന്നെ ഇട്ടുകൊണ്ടിരിക്കാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫേസിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലാണെങ്കിൽ ചെറുനാരങ്ങയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിചാരിക്കണത് കുറച്ച് മറ്റേ കടലമാവിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിക്കണം. പിന്നെ കുറച്ച് എഗ് വൈറ്റും കൂടി ഇതിലേക്ക് ആഡാക്കാമെന്ന് വിചാരിക്കണം. അപ്പം നമുക്കിനി എത്രയും പെട്ടെന്ന് നമുക്ക് ആ പാക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എഗ് ഷെല്ല് പൗഡർ എടുത്ത് വെച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക്
കുറച്ച് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരല്പം പാല് ചേർത്ത് കൊടുക്കണം. പാലാണെങ്കിലും ഇത്തിരി വെള്ളം ചേർത്ത പാലാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പാല് തിളപ്പിച്ചത് ഇവിടെ ഇരുന്നതാണ്. അപ്പം ഞാനിനി അതങ്ങോട്ട് കളഞ്ഞിട്ട് പാത്രം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചേർന്നു. അതാണ് പറ്റിയത്. എന്നാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്തിരി ലൂസായി. നമുക്ക് കുറച്ചുകൂടി കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. കടലപ്പൊടി ചേർത്ത ശേഷം ഞാൻ കുറച്ച് എഗ് വൈറ്റും കൂടിയും ചേർത്തിട്ടാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കിയത്. പക്ഷേ അത് വീഡിയോയിൽ അത് കിട്ടിയില്ല. എന്തോ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നെന്ന് തോന്നണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി ഞാനിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുക്കാറ്. നല്ല രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പാക്ക് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഡ്രസ്സിലേക്കൊക്കെ വീഴണുണ്ട്. പക്ഷേ പാക്ക് ഇടാൻ നല്ല എളുപ്പം ഇതാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാ സ്ഥലത്തും പെട്ടെന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ എൻ്റെ ഡ്രസ്സിലേക്ക് ആകെ വീണ്. ഞാൻ അതുകൊണ്ട് ഇനിയിപ്പം പിന്നെ കൈ കൊണ്ടാക്കിയിട്ടാണ് ഇടലൊക്കെ. ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഇപ്പോഴത്തെ കളറും ഇത് കഴുകി കഴിയുമ്പോഴുള്ള കളറും നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് കണ്ണിലേക്കൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാനത് അവിടെ വച്ചിട്ട് ഇനിയിപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കണേ കേട്ടോ. അത് കുറച്ച് ലൂസായത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇടാൻ പറ്റാത്തത്. ഈ കൈ കൊണ്ടിടണേക്കാളും എളുപ്പത്തിൽ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇടാൻ പറ്റും കേട്ടോ. അതിപ്പോൾ ലൂസായത് കൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്താൽ കഴുത്തിലും നല്ല കളറ് കിട്ടും കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഫേസ് കഴുകിയാലും ഈ എക്സൽ പൗഡർ വെച്ച് ഫേസ് കഴുകിയാലും നല്ലതാണ്. നല്ല എക്സ്ഫോളിയേഷൻ ആണെന്നാണ് ഡോക്ടർ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഏതൊരു പാക്കായാലും ഞാൻ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണിൻ്റെ ഭാഗം മാത്രം ഒഴിച്ചിട്ടിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും പാക്കുകൾ അപ്ലൈ ചെയ്യണത്. പക്ഷെ ഞാൻ എല്ലാ പാക്കും കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്ന് വരെ എനിക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അങ്ങനെ കണ്ണിന് ചുറ്റോ ചുളിവോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നണ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നണത്. അപ്പോൾ ഞാൻ എല്ലാ പാക്കും കണ്ണിന് ചുറ്റും എല്ലാം അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം വോയിസ് ഓവർ കൊടുത്തിട്ട് സൗണ്ട് കൊടുത്തിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും അതിലില്ല. അതുകൊണ്ട് തന്നെ ഞാനത് മാറ്റിയിട്ട് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ. അപ്പം എല്ലായിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയിട്ട് കാണിക്കും. അപ്പോൾ ഈ പാക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒത്തിരി അങ്ങോട്ട് ഡ്രൈ ആവണ്ട കേട്ടോ. ഏതൊരു പാക്കാണെങ്കിലും ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവണ്ട. ഇത് അത്യാവശ്യം ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ ഞെട്ടിക്കോ. ഞാനിതിൻ്റെ റിസൾട്ട് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കൂടെ കാണുമ്പോൾ മനസ്സിലാവണുണ്ടാവുമെന്ന് വിചാരിക്കണം. ഞാനിതിൻ്റെ ഫ്രണ്ടിൽ വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നുമില്ല, റിംഗ് ലൈറ്റൊന്നുമില്ല. സാധാരണ റൂമിലെ നോർമൽ ലൈറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ലൈറ്റിലാണ് നിങ്ങളെ കാണിക്കണത്. ഇത് കണ്ടില്ലേ, നല്ല റിസൾട്ടാണ് കേട്ടോ. അത് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഫേസിലെ ടാനൊക്കെ മാറാനും ചുളിവൊക്കെ മാറാനൊക്കെ ബെറ്ററാണ് കേട്ടത്. ഇതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ.
ഇത് വൈപ്പ് ചെയ്തെടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ വൈപ്പ് ചെയ്ത് കാണിക്കണതാണ്. അല്ലാതെ നമ്മൾ പുറത്ത് പോയി വൈപ്പ് ചെയ്ത് പിന്നെ മുഖത്ത് ക്രീമോ കാര്യങ്ങളോ ഒന്നും തേച്ചിട്ടൊന്നുമല്ല നിങ്ങളെ ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തന്നത്. ഇത് നേരിട്ട് തന്നെ നിങ്ങളിതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയേക്കണത്. ഇനിയിപ്പോൾ ഞാനിത് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് നിങ്ങളെ വന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ മുഖത്തിന് കിട്ടിയേക്കണം. നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കഴുകി നേരെ വന്ന് നിങ്ങളെ കാണിച്ചു തരികയാണ് ചെയ്യണത് കേട്ടോ. വേറെ ലൈറ്റോ പ്രത്യേകിച്ച് വേറെ ഒരു കാര്യങ്ങളും ഇതിലില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതുവരെ എന്നെ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഇപ്പോൾ വീഡിയോ കമൻറ്റും ലൈക്കൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.